ഇത് തുടക്കത്തിലേ പാളുന്നുണ്ട്. എന്താണെന്നറിയോ, ഈ റിലേഷൻഷിപ്പിൽ തുടക്കത്തിലേ പ്രശ്നം പറ്റുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മുടെ ലൈഫിൽ തുടക്കത്തിൽ കേട്ടോ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും ആ ഡിസിഷനിൽ നമ്മൾ അവരെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ന് ഏത് ഡ്രസ്സായിട്ടുണ്ട്, ഇവരെന്നെ പുറത്തേക്ക് വിളിച്ചിട്ടുണ്ട്, ഞാൻ പോണോ, കസിൻസ് വിളിക്കുന്നുണ്ട്, ഇതെങ്ങനെയുണ്ട്, അതെങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും. ചെറിയ സംഭവമായിരിക്കും, നമ്മൾ നമ്മുടെ ഇഷ്ടം കൊണ്ടും സന്തോഷം കൊണ്ടും ചോദിക്കുന്നതായിരിക്കും. ഇതൊരു അർഹിക്കാത്ത പരിഗണനയല്ലേ. മാത്രമല്ല നമ്മളുടെ ഡിസിഷൻ എടുക്കാനുള്ള അതോറിറ്റി വരെ നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. ഒരു എഴുതി കൊടുക്കൽ പോലെയാണത്. അങ്ങനെ വരുമ്പോൾ പിന്നെ മേജർ സംഭവങ്ങളിലൊക്കെ നമ്മളുടെ മുകളിലൊരു ഡോമിനൻസ് അവർക്ക് വരും. അപ്പോൾ ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ചെറുതായി പോകും. ഇത് വളരെ നോർമലാണ്, ഇത് റിയാലിറ്റിയാണ്. പക്ഷെ ഇതാരും ചിന്തിക്കുന്നില്ല. കൺസിഡറിങ് ദ ഫാക്ട്, ഇപ്പൊ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഡിസിഷൻ വരുമ്പോൾ വി ഹാവ് ടു ഗോ ബിഹൈൻഡ് സംവൺ. അത് കറക്റ്റാണ്. പക്ഷെ അതിനർത്ഥം അത് അങ്ങനത്തെ ഒരു ഡിസിഷൻ ആയിരിക്കണതല്ല. അത് ഈ ചെറിയ ലോലിപോപ്പ് കാര്യങ്ങളൊന്നും നമ്മൾ എത്ര സ്നേഹത്തിന്റെ മുകളിലായാലും കൊടുക്കരുത്. ഞാൻ പറഞ്ഞ റെസ്പെക്ട് നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്, വേറെ ആൾ തരേണ്ടതല്ല. എന്താണെന്നറിയോ, ഇത് പിന്നെ ഭാവിയിൽ ഇതിനൊരു ഭരണമാവും. നീ എന്തിനാ ചെയ്തേ, നീ ഇങ്ങനെ ചെയ്യണം, നിനക്ക് എന്താ അത് ചെയ്താൽ അങ്ങനെ ഒരു ഭരണമാവും. അത് നോർമലാവും. അത് ചെയ്യുന്ന ആൾക്കാർ ഇതൊരു കംപ്ലൈന്റ് ആയിട്ട്, അതൊരു പ്രശ്നമായിട്ട് അവർക്ക് തോന്നൂല്ല. നമ്മൾ സഫർ ചെയ്യും. എന്തിന്? ഇതെന്താ പറയുക, ഇത് ഫ്യൂച്ചറിൽ നമ്മുടെ മേലിൽ കുതിര കയറാനുള്ള ഒരു ലൈസൻസാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരാളെ സ്നേഹിക്കുന്നതും ഒരാൾക്ക് നമ്മുടെ അധികാരം തീർത്തി കൊടുക്കലും രണ്ടും രണ്ടാണ് എന്ന് എപ്പോഴും